ഞങ്ങളുടെ കോളേജിൽ ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് ഡിഗ്രി കഴിയുന്നു ഉടനെ സ്ട്രേറ്റ് ടു കാനഡ. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ഫോട്ടോസ് ഇടാം. ബട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലായത്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ? ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പണിയാണ്. അങ്ങനെ പെട്ടുപോയ ഒരാളാണ് ഞാൻ. എല്ലാം ഒരു അടവാണ്, അടവിലാണ് എല്ലാം പോകുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 120 to 130 റെസ്യൂമെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ കാനഡയിലേക്ക് വരുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം തൊട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആവാൻ പോകുന്നവർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ കാനഡയിൽ? കുറച്ചുകൂടി ഈസി ആയിട്ട് ജോലി ചെയ്യട്ടെ കമ്പയർഡ് ടു ബോയ്സ്. നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ആ വീട്ടില് 11 മാസം സഫർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ സ്റ്റുഡൻസും കാനഡയിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം 2023 മാത്രം 1 മില്യണിലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കാനഡയിൽ എത്തിയത്. അത്തരത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കേരളത്തിൽ നിന്നും കാനഡയിലേക്ക് എത്തിയ 3 ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ചായക്കട ചാറ്റിൽ ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ഡെൽമൻ ഡേവിസ്. ഡെൽമൻ ഒരു MBA MSW 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കാനഡയിലേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ NFMAC അതിൻ്റെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. കിങ്സ് നയാഗ്രയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് കമ്മിറ്റി മെമ്പറാണ്. നല്ലൊരു ഗോൾ കീപ്പറാണ്. ഇപ്പം സ്റ്റുഡൻറ്റ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഗതം ഡെൽമൻ. ആൻഡ് റോഷ്നി റീന ഫ്രാൻസിസ് കനേഡിയൻ മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു ആങ്കറാണ്, MC ആണ്. പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ദറം മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. വെൽക്കം റോഷ്നി. താങ്ക് യു. ആൻഡ് ലാസ്റ്റ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അമിത് P. സാജൻ. കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടേ ഉള്ളൂ. ദർഹം മലയാളി സ്റ്റുഡൻസിൻ്റെ, ദർഹം കോളേജിലെ സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, അതിൻ്റെ ഫൗണ്ടിങ് മെമ്പറാണ്, പിന്നെ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. വെൽക്കം അമിത്. താങ്ക് യു. നിങ്ങളൊക്കെ എന്തിനാണ് ശരിക്കും കാനഡയിലേക്ക് വന്നത്? സോ ആക്ച്വലി 2021 കൊറോണ സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ, ഒരു ഓൺലൈൻ റീയൂണിയൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാനഡയിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വിളിച്ചു. പിന്നെ എൻ്റെ അങ്ങനെ മനസ്സ് മാറി. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാനും ആലോചിച്ചു, ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്തിനാ നാട്ടിലിരിക്കുന്നത്? അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് പൈസ സ്പെൻഡ് ചെയ്താലും ഒരു ബെറ്റർ വേ ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ കാനഡയിലേക്ക് വന്നത്. ഞാൻ ഓൾറെഡി പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു PR കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് കുറച്ചും കൂടി സെറ്റിൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ടു ബി ഫ്രാങ്ക്, ഞാൻ കാനഡയിലേക്ക് എത്തിയത്. എങ്ങനെയാണ് റോഷ്നി നാട്ടിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാനഡയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നു, പോസ്റ്റുകളൊക്കെ ഇടുന്നു, അപ്പം എനിക്കും കാനഡയിൽ പോയി കൊള്ളാം അങ്ങനെ കരുതിയിട്ടാണ് വന്നത്? ഞാൻ വരുന്ന സമയത്ത് കാനഡയുടെ ഫോട്ടോസ് അങ്ങനെ അത്രയും സുലഭമായി സോഷ്യൽ മീഡിയയിലില്ല. പക്ഷേ ഞാൻ ദേവഗിരി കോളേജിലാണ് പഠിച്ച കാലിക്കറ്റ്. അപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് ഡിഗ്രി കഴിയുന്നു ഉടനെ സ്ട്രേറ്റ് ടു കാനഡ എന്നുള്ള ഒരു സാധനം ഉണ്ട്. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസിലാണ് നമ്മളും വരുന്നത്. നമ്മുടെ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിലും വളരെ ചെറിയ ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് പറയും, പോകണം, നിങ്ങൾക്ക് ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനും കാനഡ എന്ന് പറഞ്ഞ സാധനം ചൂസ് ചെയ്യുന്നത്. എൻ്റെ എബോ എക്സ്പെക്ടേഷൻ തന്നെ. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഡെൽമൻ പറഞ്ഞ ഏകദേശം സ്റ്റോറി എനിക്ക് സിമിലർ ആണ്. 2019 ഞാൻ IELTS എൻ്റെ 12th കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാനായിട്ട് പോയി. ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഇവിടെ വന്ന ഫ്രണ്ട്സ് അവർ വെക്കേഷനായിട്ട് നാട്ടിൽ വന്ന് അപ്പോൾ എന്നെ ഡയറക്റ്റ് വന്ന് കാണുന്നു. എടാ എന്താണ് നീ ഇവിടെ അയക്കുന്നത്, നീ ഞങ്ങളോട് വരൂ. അവർ ഒറ്റ ഡയലോഗിലാണ് ശരിക്കും ഞാൻ കാനഡയിലേക്ക് വരുന്നത്. ഒരുപാട് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു കഥ ഇത് തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് സിമിലർ ആണ്. എല്ലാവരും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. പ്രഷറാണ് കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ഫോട്ടോസ് ഇടാം. ബട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ റിയാലിറ്റി എന്താണ് ആ ഒരു റിയാലിറ്റി നിങ്ങളുടെ റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെറും 2 hours 3 hours ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള സമയം അടിച്ചു പൊളിക്കുന്നു. ബട്ട് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് 6 days വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കിട്ടുന്ന ഒരു 1 ഡേയിലാണ് ഈ ഫോട്ടോസ് മുഴുവൻ ഇടുന്നത്. ആ എടുക്കുന്ന ഒരു ദിവസത്തെ ഫോട്ടോസ് ആണ് ഇവർ 6 ദിവസം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കാനഡയിൽ ഏതൊരു ലൊക്കേഷനിൽ നമ്മളൊരു ഫോട്ടോ എടുത്താലും ഐഫോൺ ഒക്കെ ഇറങ്ങുമ്പോ ഏറ്റവും പുതിയ സെൽഫി, എല്ലാം ഒരു അടവാണ്, അടവിലാണ് എല്ലാം പോകുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം. കാരണം നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ആഡംബര കാറുകളിൽ പോകുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ? ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. എസ്പെഷ്യലി നമുക്ക് നൈറ്റ് ലൈഫ് ഇല്ല, അവിടെ നാട്ടിൽ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഓടി വരുന്നത്. പക്ഷെ ഇവിടെ എത്തിയ പിന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളായപ്പോൾ
ലൈക്ക് ശനി ഞായർ നമുക്ക് ഒരു സമാധാനം കിട്ടുന്ന ദിവസമുള്ളൂ, അപ്പൊ നമ്മൾ ആ 2 ദിവസം വീട്ടിലിരുന്നാൽ മതി എന്നുള്ളതിലേക്ക് മാറി നമ്മൾ. മനസ്സ് മാറി. ഇപ്പൊ നമുക്ക് പോകണ്ടായി നൈറ്റ് ലൈഫ്, അങ്ങനെ ഒരു തോട്ടിലേക്ക് നമ്മൾ വരിക. ആദ്യത്തെ ഒരു അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സൈറ്റ്മെന്റ് നമുക്ക് പോയി എന്നാണ് പറഞ്ഞിരുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് 4 months ഉണ്ടാവും ഈ എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത എല്ലാ പ്ലേസുകളും ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതിപ്പം എല്ലാവരും കേസ് സിമിലർ അല്ല. ഞാൻ വന്നത് വിന്ററിൽ അവിടെ. അപ്പോൾ ഫസ്റ്റ് 4 months എനിക്കില്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് വീക്കായിരുന്നു. എൻ്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ വന്ന ദിവസം സ്നോഫോൾ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഡേ തൊട്ടാണ് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഓക്കെ, വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു, കൂടെയുള്ള റൂംമേറ്റിനെ കൊണ്ട് എടുപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പണിയാണ്. അങ്ങനെ പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇപ്പം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് കൂടാതെ ഇപ്പൊ ഏജൻസിക്കാർ ഒരുപാട് പ്രോമിസ് തരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നാട്ടിലുള്ള ഒരു ഏജൻസി ഏകദേശം 7000-ലധികം സ്റ്റുഡൻസിനെയാണ് ഒരൊറ്റ ഏജൻസി കയറ്റി വിട്ടത്. പറഞ്ഞാണ് കേരളത്തിലെ ഒരു ഏജൻസിയാണ്. അപ്പൊ ഇവര് കൊടുക്കുന്ന ഒരുപാട് പ്രോമിസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ആ ഏജൻസിയിൽ എനിക്ക് മറ്റൊരു ഏജൻസി എന്നൊരു ഏറ്റവും വലിയ വാഗ്ദാനമാണ്. എനിക്കിപ്പോഴും ഞാൻ വീട്ടിൽ ഇന്നലെയും കൂടെ പറഞ്ഞ് ചിരിച്ചതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് റെസ്യൂമേ ആയിട്ട് വരിക, അവർക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്, വരുന്ന ആഴ്ച തന്നെ ഡ്രോപ്പ് ചെയ്യുക, നെക്സ്റ്റ് വീക്ക് അവർ നിങ്ങളെ കോൾ ചെയ്യും. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 120 to 130 റെസ്യൂമേ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ ഞാൻ റിയലൈസേഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ കൊണ്ടു കൊടുക്കുന്നു, നമ്മൾ പോകുന്നതിൻ്റെ കുറേ അവരെടുത്ത് കളയുന്നു. അതായിരുന്നു ഒരു ടൈമിൽ. പിന്നെ റെഫറൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത് ഈ ഒരു 130 റെസ്യൂമേ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് റെഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ വന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടില്ല നമുക്ക് ജോലി കിട്ടാൻ. ഇപ്പം എന്റെ ഫ്രണ്ട്സിനൊക്കെ വന്ന് വിത്തിൻ 1 week ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട്. അന്ന് അത്രയും ഇപ്പം നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും വാ അപ്പൊ നമ്മൾ പറയും സേഫ്റ്റി ബൂട്ടില്ല, കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ റെഡി ആക്കാം, വാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാനഡയിൽ. പക്ഷെ എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ കാനഡയിൽ? കുറച്ചുകൂടി ഈസി ആയിട്ട് ജോലി അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, എനിക്കും തോന്നുന്നത് ഒരുവിധം ഇപ്പൊ പിസ്സ സ്റ്റോഴ്സ് ആയാലും റെസ്റ്റോറൻറ്റ്സ് ആയാലും അവർ ഹയർ ചെയ്യുന്നത് ഏത് ടൈമിൽ വിളിച്ചാലും ഓടിയെത്താനായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളവരും കാറുള്ളവരൊക്കെയാണ് അവർ ഇപ്പോഴും ഹയർ ചെയ്യുന്നത്. ഇവൺ ഏജൻസിയുടെ കാര്യം വരിക്കുമ്പോൾ എനിക്കായിട്ടൊരു കോമഡി എന്ന് വെച്ചാൽ, വൺസ് നമ്മൾ കാനഡയിലേക്ക് വരുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം തൊട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആവാൻ പോകുന്നവർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഒരു 4-5 ഏജൻസിയിലേക്ക് വിളിക്കും, എല്ലാവരും വിളിക്കും. അത് കഴിഞ്ഞിട്ട് അവർ കുറേ മെയിൽ അയക്കും നമുക്ക്, ഏതൊക്കെ കോളേജുകൾ അവൈലബിൾ. ഞാൻ ചുമ്മാ ഇന്നലെ ഇരുന്നപ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കി എൻ്റെ പഴയ മെയിലുകളൊക്കെ. എല്ലാവരും അയച്ചിരിക്കുന്നത് 80% കോളേജുകൾ ഉണ്ടായിരുന്നു. ഒരു 20% കോളേജുകൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ, എനിക്ക് പേരുകളൊന്നും ഓർമ്മയില്ല, കോളേജുകൾ. എന്തുകൊണ്ടാണ് ഇവർ ഇത്ര അയച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കുക എന്നുള്ളത് പ്രോപ്പർ. ഇത് കമ്മീഷനാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ടൈം നമ്മൾ ഓൾറെഡി പറ്റിക്കപ്പെട്ടു. അത് ഈ ഏജൻസികൾക്ക് അറിയാം ഇവിടത്തെ PR-ന്റെ കാര്യം എങ്ങനെ, നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാം. അവര് ആ സമയം തൊട്ട് നമ്മളെ പറ്റിക്കപ്പെട്ടു. ചിരിച്ചുകൊണ്ടാണ് പറ്റിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ വൺസ് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് ഒക്കെ റെഡിയായി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയം, ഇപ്പൊ ഞാൻ വന്നത് സെപ്റ്റംബർ 1st വീക്കിലേക്കാണ്. അപ്പൊ ഇവര് August 3rd വീക്ക് തൊട്ട് സെപ്റ്റംബർ 2nd വീക്ക് വരെയുള്ള ഒരു ഫ്ലൈറ്റിന് നമുക്ക് ടിക്കറ്റ്സ് ഉണ്ടാവില്ല. കാരണം ഈ ഏജൻസികളൊക്കെ വലിയ ഏജൻസികൾ ഇത് ബൾക്കായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ടിക്കറ്റ്സ് ഒക്കെ. 60,000-ന്റെയോ 70,000-ന്റെ 1 way ടിക്കറ്റിന് ഞാൻ എടുത്ത ടിക്കറ്റ് റേറ്റ് 1,60,000 rupees ആണ്. ഓൾമോസ്റ്റ് 1 lakh rupees ആണ് അവര് അതിന് മാർജിൻ വെച്ചിരിക്കുന്നത്. എന്നെ പോലെ എന്റെ കൂടെ 5 ഫ്രണ്ട്സ് കയറി വന്നിട്ടുണ്ട്. അവരുടെ ഒരു ലാഭം എന്ന് പറയുന്നത് ജസ്റ്റ് 1 day കൊണ്ട് ഞങ്ങൾ 5 പേര് ടിക്കറ്റ് എടുത്ത് 5 ലക്ഷം രൂപ. ഏജൻസി ത്രൂ തന്നെയാണ് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുന്നത്? വേറെ ഓപ്ഷൻ ഇല്ല ചേട്ടാ. കാരണം നമ്മൾ ഏത് എയർലൈൻസിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ഈ സെയിം അവസ്ഥയാണ്. എല്ലാം ബ്ലോക്ക്ഡ് ആയിരിക്കും, ബട്ട് ടിക്കറ്റ്സ് ഉണ്ട്. ഈ ഏജൻസികളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് തരാന്ന് പറഞ്ഞൊരു ഫോട്ടോയിലും വീഡിയോയിലും കാണിച്ചത് എന്നോട് പറഞ്ഞത് നിന്റെ റൂമിൽ 3 പേർക്ക് കിടക്കാം. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഓക്കെ നമുക്ക് 2 പേരായിട്ട് കിടക്കാം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ 2 ബെഡ് പോലും ഇടാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന റിയാലിറ്റിയും ഇവിടെ വന്നതിന് ശേഷം കാണിക്കുന്ന റിയാലിറ്റിയും, നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് 2 മാസം റെന്റും കൊടുത്തു. 2 മാസം റെന്റ് എന്ന് പറഞ്ഞാൽ $600-700. നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 50,000 rupees നമ്മൾ ഓൾറെഡി അയച്ചു. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി ലോണും കാര്യങ്ങളൊക്കെ എടുത്തു വന്നിരിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ആ വീട്ടിൽ 11 മാസം സഫർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ കാനഡയിൽ വന്നിരിക്കുന്ന ഒരു 80% സ്റ്റുഡൻസ് ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. വരുന്നതിന് മുന്നേ പറ്റിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ പറ്റിക്കപ്പെട്ടു. പറഞ്ഞൊരു കാര്യമുണ്ട്, നാട്ടിലിപ്പം എന്തായാലും ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലെ പൈസ ആക്കി എടുത്ത് വരുന്ന ആൾക്കാർ കുറവാണ്. പണ്ടൊക്കെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് പുറം രാജ്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ പോലും ചിന്തിച്ചുകൊണ്ടിരുന്നത്, കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ലോൺസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ലോൺ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു 30 lakhs 40 lakhs ഒക്കെ വരുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. എന്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 26 to 27 ഞാൻ എടുത്തു. ഒരു ആവറേജ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ
കാനഡയിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന ഒരാളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ $27,000 ആണ് ഓൾമോസ്റ്റ് ഒരു ആവറേജ് വരുന്നത്. പല കോഴ്സിനും പല ഫീസ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. സോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ ഒരു ബാധ്യതയാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. സോ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ? ഈ ഒരു അവസ്ഥ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ നമുക്ക് ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാം, അതിനുശേഷം നമുക്കത് അടച്ച് കുറച്ചായിട്ട് ലോണും കൂടെ അടച്ച് തീർക്കാം, ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാം, അങ്ങനത്തെ പ്രതീക്ഷകളോടൊക്കെ അല്ലേ പലരും വരുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏജൻസീസ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് വരിക, റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യുക, നിങ്ങളപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ കോൺടാക്ട് ചെയ്യും. ആ ഒരു റിയലൈസേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയൊന്നും അല്ല, ഇത് ഭയങ്കരമായ. എന്നോട് ചേച്ചി പറഞ്ഞ കമന്റ് എനിക്ക് ഇപ്പോഴും അവിടെ പോയിട്ടേ മഞ്ഞ് വരാൻ പോയാലും നിങ്ങൾക്ക് മാസത്തിൽ ഇത്ര ലക്ഷം രൂപ. ഞാനപ്പോ ഇതൊക്കെ കേൾക്കും, ദൈവം മഞ്ഞ് വരാൻ പോയാലും ഇവിടെ എത്തിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും. ജോലി സാധ്യതകളുണ്ട് കാനഡയിൽ ആപ്പിള് പറിക്കുന്നത്. ആ ജോലി ഞങ്ങൾക്ക് മുന്നേ ഉള്ളവർക്കായിരുന്നു അത്. ആ ട്രെൻഡ് കഴിഞ്ഞാണ് എന്റെ ഒരു കസിൻ ഒരു 2011-12 സമയത്ത് വന്നു. അവന് ആപ്പിൾ പറിക്കുന്ന ജോലിയായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും, എടാ നീ ആപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞല്ലോ അല്ലേ. ഞാൻ ഇപ്പോഴും അവനെ വിളിക്കുമ്പോൾ ഞാൻ പറയും എങ്ങനെയുണ്ട് ആപ്പിളൊക്കെ സുഖം. ആ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും ഇവിടെ കാനഡയിൽ ഫുൾ ടൈം മഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ. അത് പല സിനിമകൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ജാനമൻ പോലുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളാണ് ഓ കാനഡ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞായിരിക്കും. ബട്ട് അത് വിചാരിച്ചിട്ടും സ്റ്റുഡൻസ് ഇവിടെ എത്തുന്നുണ്ട്. മഞ്ഞ് ഭയങ്കര രസമാണ്. സ്നോമാൻ എങ്ങനെ പോകണം എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഹിമാചൽ പ്രദേശും കുളുമണാലിയൊക്കെ പോകുമ്പോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ മഞ്ഞ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഒരു ദിവസം മഞ്ഞ് വീണിട്ട് കാറിൽ നിന്ന് മഞ്ഞ് ഉരയ്ക്കുമ്പോൾ ഒരു അത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹിമാചലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ മഞ്ഞിൽ ജോലിക്കാണ് പോകുന്നത്. പോയി കാണുന്ന ഒരു ഫീൽ അല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. കാരണം ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു ഭാഗമാകുമ്പോൾ അത് കുറച്ച് ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് പല ആൾക്കാർക്കും ജോലി കിട്ടുന്ന ഒരു സ്ഥലമാണ് റെസ്റ്റോറൻറ്റ്സ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ്. പലതരത്തിലുള്ള ഫുഡ് ചെയിൻസ് ഉണ്ട്, അത് തന്നെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു മിനിമം വേജ് ആക്ട് ഉണ്ട്. നിങ്ങൾക്ക് മിനിമം വർക്ക് ചെയ്യാൻ പറ്റുന്നത് 20 hours ആയിരുന്നു. 24 hours ആയിട്ട് അത്രയും കിട്ടുന്നുണ്ടോ? ജോലി കിട്ടുന്നുണ്ടോ? അതുപോലെ ജോലിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 20 or 24 hours വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1000 or 1100 മാക്സിമം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് അത്രയും വരുന്നത്. ഇപ്പൊ ഒരു റെന്റ് എമൗണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇപ്പൊ GT ഏരിയയിലാണെങ്കിൽ 600 സംതിങ് വരും. ഇപ്പൊ ഞാൻ താമസിക്കുന്ന നയാഗ്ര റീജിയനിൽ ഒരു 450 to 550 ഓൾമോസ്റ്റ് വരും. അത് കഴിഞ്ഞ് ഗ്രോസറി കാര്യങ്ങളൊക്കെ ഒരു 200-250 ഓൾമോസ്റ്റ് $800-850 ഓൾമോസ്റ്റ് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി മാത്രം റെസ്റ്റോറന്റ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന വലിയൊരു എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടാണ്. അതായത് പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ, അതായത് ഇപ്പൊ റൈറ്റ് നൗ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം അമിത് പറഞ്ഞ പോലെ ജോലി കിട്ടാൻ. ഇപ്പോൾ പലരും എസ്പെഷ്യലി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ ഒബ്സർവേഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് 12 മണിക്കൂറൊക്കെ ഒബ്സർവേഷൻ ഷിഫ്റ്റ് ആണ്. ഇത് പാത്രം കഴുകുന്നതും ഈ സാധനം എടുത്ത് കൊടുക്കുന്നതിനും എന്ത് ഒബ്സർവേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസ ഇല്ലാത്ത ഒബ്സർവേഷൻ ഷിഫ്റ്റുകൾ 12 മണിക്കൂർ 3 ദിവസം ഒരാഴ്ച ഒബ്സർവേഷൻ ഷിഫ്റ്റ് ചെയ്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് 2021 അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പെയിൻ കൊടുക്കാം. അതെ, പക്ഷെ എന്റെ അറിവിൽ കാനഡയിലെ നിയമം വെച്ച് എന്ത് ട്രെയിനിങ്ങിനും നമ്മൾ പൈസ കൊടുക്കണം. ഞാൻ സ്റ്റാർബക്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് പൈസ അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ അത്ര തന്നെ പൈസ കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, പ്ലസ് ഇനിയിപ്പോ അവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇനീഷ്യലി അവർക്ക് ഒരു ക്യാഷിലാണ് കൊടുക്കുന്നത്. $17 മിനിമം വേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥലത്താണ് $10 അവർക്ക് കൊടുക്കുന്നത്. പറഞ്ഞിട്ടുണ്ട്, കാരണം ചേട്ടാ ഷിഫ്റ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് റെന്റ് അടക്കാൻ പറ്റൂ. സോ അവര് റെഡിയാണ് $8 വർക്ക് ചെയ്യാൻ, വെറുതെ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയും ജോലി കിട്ടട്ടെ. പക്ഷെ ഈ റെസ്റ്റോറന്റ് ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ ഒരു 5 പേരെ ഒരാഴ്ചത്തേക്ക് കിട്ടി അവർ ഈസിയാണ്. 12 hours ഒക്കെ ഷിഫ്റ്റ് ആണ് അവർ ചെയ്യുന്നത്. 12 hours കണ്ടിന്യൂസ് $8 ആണ് നിൽക്കുന്നത്. പിന്നെ ചിലവര് പറയാറുണ്ട് ഷിഫ്റ്റ് ടൈം കഴിഞ്ഞിട്ടും ക്ലോസിംഗിനായിട്ടൊക്കെ അവർ ക്ലീനിങ് ചെയ്യണമെന്നൊക്കെ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേ ഷിഫ്റ്റ് അവർ കിട്ടൂല. ഇത് എന്റെ പേഴ്സണലി അറിയാവുന്ന ഒരു റെസ്റ്റോറന്റ്. അപ്പോ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനേഡിയൻസ് ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്നു, ബാക്കിൽ കിച്ചണിലാണ് നമ്മുടെ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻസിന് ക്യാഷും കനേഡിയൻസിന് അവരുടെ സിൻ നമ്പറും വാങ്ങിച്ച സിനിലേക്ക്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനേഡിയൻസിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടുന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം.
അതുകൊണ്ട് ഇന്ത്യൻസിനെ നമുക്ക് എന്തായാലും എക്സ്പ്ലോയിറ്റ് ചെയ്യാലോ എന്നുള്ളൊരു ഓപ്ഷനിൽ $8 $9 ആലോചിച്ച് നോക്കി. ഒരു മണിക്കൂറിൽ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് $7 to $6 ആണ്. ഒരു വീക്കിലി ആകുമ്പോൾ ഓൾമോസ്റ്റ് $50, ഒരു മന്ത്ലി ആകുമ്പോൾ $250 to $200 ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് അവരായിട്ട്. അപ്പൊ അവർക്ക് ഒരു 5 or 6 സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയറെ സംബന്ധിച്ച് ഒരു $2,000 ഒരു $1,500 അയാൾക്ക് അതിൽ നിന്ന് മാത്രം ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ പല 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 എക്സ്പ്ലോയിറ്റേഷൻസ് കൂടെ നടന്നിട്ടാണ് ഇപ്പൊ ഞാനിപ്പോ എന്റെ സ്റ്റഡി 2 വർഷം ഓൾറെഡി കുറെ അനുഭവങ്ങൾ കിട്ടി. ഇപ്പൊ ഇവർക്കായാലും ഇതുപോലെ തന്നെ പല പല അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നു കാനഡയിലുള്ള എല്ലാവിധ സ്റ്റുഡൻസും ഇതുപോലത്തെ പല പല അനുഭവങ്ങളിലൂടെയൊക്കെ. പക്ഷെ ഇതൊന്നും പുറംലോകം അറിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമുണ്ട്. അപ്പൊ ഞാൻ വന്ന സമയത്ത് തന്നെ എന്റെ കസിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി പെടരുത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ്. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സ് ഓൾറെഡി GTA-യിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ, മലയാളി റെസ്റ്റോറൻ്റ് അല്ല, ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അവർ പോയി. ഫസ്റ്റ് ഡേ ചെന്ന് റെസ്യൂമ് കൊടുത്ത ഉടനെ ഓക്കെ വി ആർ ഹയറിങ് യു, ബട്ട് 3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാലും മാത്രമേ നിങ്ങൾ പെർമനൻ്റ് ആക്കത്തുള്ളൂ, ഫുഡ് തരും, നോ പേയ്മെൻറ്റ്. അതെ. അപ്പോൾ തന്നെ അവന് കയറിയത് ഒരു 8 മണിയുടെ ഷിഫ്റ്റിനാണ്, ഇറങ്ങിയത് 5:30-ക്കാണ്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, ഫുഡ് മാത്രം, വിത്തൗട്ട് എനി പേയ്മെൻറ്റ്. യെസ്, ഹി ഹാസ് ടു ബി വർക്ക് ദെയർ. അതുപോലെ തന്നെ ഞാൻ ഇനീഷ്യലി വർക്ക് ചെയ്തത് ഓൺ ക്യാമ്പസ് ജോലിയാണ്. ഓൺ ക്യാമ്പസ് അവിടുത്തെ അകത്തുള്ള ഫുഡ് കോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫുഡ് കോർട്ടിൽ ആക്ച്വലി ഇപ്പോൾ ഓൺ ക്യാമ്പസ് ജോലികൾ അത്രയും ഭാരിച്ച പണികളല്ല പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സിനെ സംബന്ധിച്ച്. പക്ഷെ എന്നെ ആദ്യമായിട്ട് ജോലിക്ക് അവർ കയറ്റുന്നു. ഒരു മെക്സിക്കൻ ഫുഡ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഈ ചോറും പരിപ്പും കഴിച്ചവർക്ക് മെക്സിക്കൻ ഫുഡ് അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ഇവരെന്നെ കയറ്റിയ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ ഇവരെൻ്റെ അടുത്ത് അപ്പം ടോട്ടിയാണ് അവരുടെ ഭക്ഷണം, അവർ ഈ റാപ്പ് ചെയ്യുന്ന സാധനം. അപ്പൊ എനിക്ക് ഈ സാധനം TORTIILA എന്നുള്ളത് മലയാളിയായി ഞാൻ വായിക്കുന്നത് ടോർട്ടില്ല എന്നാണ്. അതെ, അങ്ങനെയൊക്കെയാണല്ലോ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് എനിക്ക് ആരും ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പിള്ളേര് വന്നിട്ട് ടോട്ടിയ എന്നൊക്കെ പറയുമ്പോ ടോട്ടിയോ എന്ന് നമ്മൾ ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഒരു നേറ്റീവ് ലേഡിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നെ ചീത്ത വിളിക്കുന്നു, എനിക്കിനി ഞാൻ താരാട്ട് പാടിത്തരുന്നു വർക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ജസ്റ്റ് വന്നിട്ട് ഒരു ആഴ്ചയാവുന്നുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സങ്കടം, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ പിന്നീട് സൂപ്പർവൈസറൊക്കെ വന്ന് റെഡിയാക്കി കാര്യമായോ അങ്ങനെ ചെയ്യരുത്, കുട്ടിക്ക് അറിയില്ല, പഠിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നില്ല ഒരു നേറ്റീവ് ലേഡി ഒരു കനേഡിയന്റെ അടുത്ത് അങ്ങനെ പറയുന്നത്. കാരണം എനിക്ക് ആ വായിക്കാൻ കിട്ടുന്നില്ല. ലൈക്ക് ഞാൻ അതല്ല കഴിച്ചിട്ട് പോകും, നമ്മൾ പപ്പടാണ് കഴിക്കുന്നത് ചോറിന്റെ കൂടെ. നമുക്ക് സമയമെടുക്കും. കാരണം ഇവിടെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുള്ളതാണ്, ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഉണ്ട്, സ്റ്റുഡൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല പരിപാടികൾ വരെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ, മറ്റൊരു കൾച്ചറിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനോട് ഇവിടുത്തെ കൾച്ചറായിട്ടൊന്ന് അഡാപ്റ്റ് ആയി പോകാനായിട്ട് എങ്ങനെ വർക്ക് പ്ലേസിൽ ബിഹേവ് ചെയ്യണം, എത്തരത്തിലുള്ള എന്താ പറയുക റിലേഷൻഷിപ്പ് ബിൽഡിങ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സെമിനാർസോ അത്തരത്തിലുള്ള ട്രെയിനിങ്സോ ഒക്കെ മലയാളി അസോസിയേഷൻസ് ഒക്കെ നടത്തുക എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇത്തരത്തിൽ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അത് നല്ലൊരു ഐഡിയ ആണ് സത്യം പറഞ്ഞത്. ബട്ട് ചേട്ടൻ ഇപ്പോ ഇഷ്ടംപോലെ മലയാളി അസോസിയേഷന്റെ പരിപാടികൾക്കൊക്കെ പോകുന്നതാണ്. ചേട്ടൻ എത്ര അസോസിയേഷന്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 15-20 നമ്പറിൽ കൂടുതലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ആ പരിപാടികൾക്ക് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു ബി ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ PR ഉള്ളവർക്കും കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഇവിടെ പഠിക്കാൻ വന്ന ചേട്ടന്മാര് PR സിറ്റിസൺസ്, അവർക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പൊ കാണുമ്പോൾ ഇത് എന്റെ അനുഭവത്തിൽ നിന്നും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് പറയുന്ന അനുഭവത്തിൽ നിന്നാണ്, ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നത്, പരമപുച്ഛം എന്നാണ് അവർക്ക്. അവർ ചിലവരൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ ഇവിടെ, ഇത് അങ്ങനെ ഒരു ടോക്കാണ്. കാരണം ഇവരൊക്കെ വന്നത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പൗസൽ വിസയിലും, ഇവരൊക്കെ ഇതുപോലത്തെ ലൈഫ് ഈ സ്റ്റേജുകളിൽ കൂടെ കടന്നുപോയി. അന്ന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ബട്ട് ഇവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഇപ്പൊ ഇവിടെ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവരുടെ പാരന്റ്സ് ഇല്ല, ആരും ഇല്ലാണ്ട് ലൈഫിൽ കൂടെ ഓരോ സ്റ്റേജിൽ കൂടെയും കടന്ന് ടഫ് എന്ന് പറയാന്ന് വെച്ചാൽ അതിനേക്കാൾ എക്സ്ട്രാ ടഫിൽ കൂടെയാണ് ഓരോരുത്തരും പഠിക്കുന്ന സമയം. അതിനിടയ്ക്ക് അസൈൻമെന്റ്സ്, സെമിനാർസ്, പ്രൊജക്ട്സ്, ഇതിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു 8 മണിക്കൂറിൽ പോയിട്ടാണ് പോയി നമ്മളൊക്കെ ജോലിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വെളുപ്പിന് 7 മണിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ എത്തി, അത് കഴിഞ്ഞ് ചായ കുടിച്ച് 9 മണിയുടെ ബസ്സിന് നേരെ കയറി കോളേജിലേക്ക് എത്തി, അവിടെ കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മലയാളി അസോസിയേഷൻസ് ഒക്കെ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചേട്ടൻ പറഞ്ഞ പോലുള്ള
ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഡെൽമൻ പറഞ്ഞതുപോലെ പലരും മാറി നിൽക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല സ്റ്റുഡൻസും ഈ പറഞ്ഞ അസോസിയേഷൻ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നു. കാരണം നാളെ ഈ പറഞ്ഞ രീതിയിൽ ഇവരാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഈ അസോസിയേഷൻസിനൊക്കെ ലീഡ് ചെയ്ത് പോകേണ്ട ആളുകൾ. ഈ പറയുന്ന ആളുകൾ 10-15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ യൂത്താണ് ഈ പറയുന്ന അസോസിയേഷൻസിനൊക്കെ ടേക്ക് ഓവർ ചെയ്ത് അല്ലെങ്കിൽ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരേണ്ട ആളുകൾ. പക്ഷെ പല പ്രോഗ്രാമിലും ഞാൻ കണ്ടിട്ടുണ്ട് പല അസോസിയേഷനും സ്റ്റുഡൻസിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ടിക്കറ്റ് ഫെയർ, നോർമൽ ടിക്കറ്റ് എത്ര ആളുകൾ വരുന്നു എന്നുള്ളൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ഈ ഒരു അതായത് നിങ്ങൾക്കും പേഴ്സണലി ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ഇപ്പം അസോസിയേഷന്റെ ആൾക്കാരൊക്കെ വലിയ ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു പേഴ്സണൽ പൈസ ഒരു കാരണമാണോ? പൈസ നമ്മൾ പുറത്തിപ്പോ ഇവരുടെ ഒരു ഇവന്റിന് പോവുകയാണെങ്കിൽ ഇവർ നമ്മളോട് സംസാരിക്കുന്ന രീതി ആയിരിക്കില്ല. ഇവരൊരു ഇവന്റ് വെച്ചിരുമ്പോൾ ഇവർ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഇട്ട് സംസാരിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി നല്ലപോലെ ഫീൽ ചെയ്യും. നമുക്കറിയാത്ത ഒരാളാണ് നമ്മളോട് സംസാരിച്ചിട്ട് മോനെ ഇന്ന പരിപാടിക്ക് വരണം, ഓക്കെ നമ്മൾ റെഡിയാണ് ചെല്ലാൻ. ചെന്ന് കഴിയുമ്പോൾ നമ്മളെന്തോ മാറി നിൽക്കുന്ന ഒരു ഫീൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് അവരെ കാണുമ്പോൾ ലൈക്ക് അവർ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത്. നമുക്ക് അങ്ങനെ ആരും ഇല്ല. നമുക്ക് ലൈക്ക് ഇപ്പൊ യൂഷ്വലി ഇപ്പൊ റൗണ്ട് ടേബിൾ ആയിട്ടാണ് ഒരു പരിപാടി നടക്കണമെങ്കിൽ അവരെ ഫാമിലി ആയിരുന്നു, അങ്ങനെ നമുക്ക് ആരോ ഉള്ളേ അങ്ങനെ ഒരു ശരിക്കും ഫാമിലി ആയിട്ട് പോകുമ്പോ എനിക്ക് പേഴ്സണലി സ്റ്റുഡൻസിനെ കാണുമ്പോൾ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ നോക്കുമ്പോ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നു, നിങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു, നമ്മളാകെ ഒറ്റപ്പെട്ട് ബസ്സൊക്കെ കയറി തണുപ്പൊക്കെ കൊണ്ടായിരിക്കും നമ്മളെ ഇവന്റിന് വരുന്നത്. വന്നു കഴിയുമ്പോ ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളാകെ തകർന്നു. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. കുറെ അധികം ആളുകള് ഈ സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ആഗ്രഹമുള്ള ഇപ്പൊ ചർച്ചിലേക്ക് ആയാലും അസോസിയേഷൻസ് പരിപാടിയിലേക്ക് ആയാലും നിങ്ങൾ ബസ്സിൽ നിന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കാറായിട്ട് നമ്മൾ മുൻകൂട്ടി പറയണെങ്കിൽ അവര് ഫാമിലി ആയിട്ട് അവര് പോകുന്ന വഴിയിൽ നമ്മളെ പിക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എല്ലാവരും മൊത്തത്തിൽ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല, ബട്ട് ഒരു 95% ആളുകൾ നമ്മളോട് ഒരു പരമമായ പുച്ഛമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എന്റെ ഫ്രണ്ട്സിനും ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല ഇതേ ഫീൽ എനിക്കും ഉണ്ട്. ഞാൻ GT എന്നാണ് വരുന്നത്. പക്ഷേ എന്റെ ഒരു അഡ്വൈസ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പോഴും കൊടുക്കുന്നത്, യു ഹാവ് ടു ബി പാർട്ട് ഓഫ് എനി ഓഫ് ദ കമ്മ്യൂണിറ്റി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വന്ന ടൈമിൽ ഞാൻ പള്ളിയായിട്ട് കണക്ട് ചെയ്തു. അതിലെനിക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഞായറാഴ്ച പള്ളി പോകാൻ പറ്റി. 2 മലയാളം സംസാരിക്കാൻ പറ്റി. നമ്മൾ പള്ളിയിൽ ആക്റ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കും. ഈ മലയാളി അസോസിയേഷൻ ഞാനത് തുടങ്ങാൻ പോലും കാരണം ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു പള്ളിയിലുള്ള ചേട്ടൻ്റെ അടുത്ത്. പറഞ്ഞു എന്തുകൊണ്ട് നിനക്കൊരു അസോസിയേഷൻ തുടങ്ങിക്കൂടാ? അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഞാൻ നേരെ കോളേജോട് സംസാരിക്കുന്നു, സ്റ്റുഡൻറ് അസോസിയേഷനോട് സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് ആദ്യം എന്താണ് കേരളം എന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ അവർക്കൊരു ഫുൾ ഓവർവ്യൂ കൊടുത്തു. ഓണം നമ്മുടെ മെയിൻ സെലിബ്രേഷനാണ്, ഇന്ന ഫുഡ് കൾച്ചർ ഉണ്ട് നമുക്ക്. അതെല്ലാം ഞാൻ അവരെ ഒരു പ്രൊജക്ടറി കാണിച്ചു. എന്നിട്ടാണ് അവരൊരു 7 പേരടങ്ങുന്ന ടീം അത് അപ്രൂവ് ചെയ്തപ്പോഴാണ് DCMA എന്ന് പറയുന്ന ദറം കോളേജ് മലയാളി അലയൻസ് എന്നൊരു സംഘടന ദറം കോളേജിൽ ഉണ്ടായത്. ഇപ്പൊ കറന്റ് നമുക്ക് 197ഓളം ഉണ്ട്. അത് പക്ഷെ ഇത്രയും നാളും ആർക്കും അറിയില്ലായിരുന്നു. ഞാനത് കണക്ട് ചെയ്തു. മെയിനായിട്ടും എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് ശരിക്കും ഞാൻ പെട്ട ഒരാളാണ്. കാരണം എൻ്റെ കോഴ്സ് പ്രോഗ്രാമിങ്ങാണ്. പൊതുവേ ഇന്ത്യൻസ് ഭയങ്കര കുറവ് പേരെടുക്കുന്ന കോഴ്സാണ് പ്രോഗ്രാമിങ്. ആ ടൈമിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ മറ്റ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല രീതിയിൽ നോക്കി. നമ്മൾ ഫേസ്ബുക്ക് എടുത്തു, ഇൻസ്റ്റാഗ്രാം എടുത്തു, മലയാളീസ് ഇൻ ദറം കോളേജ്, പല രീതിയിൽ ഞാൻ നോക്കി. ഒരു ആക്സസും കിട്ടിയില്ല. ആകെ എനിക്കൊരു ആക്സസ് കിട്ടിയത് ഇന്ത്യൻസ് ഇൻ ദറം കോളേജ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇന്ന കോഴ്സിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മലയാളത്തിലൊരു ഇത് കിട്ടി. അപ്പം ഞാൻ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു അസോസിയേഷൻ. കാരണം നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി വരുന്ന ടൈമിൽ അവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എപ്പോഴും വരേണ്ട നമ്മൾ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ മുമ്പോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്കും ഈ പറഞ്ഞ രീതിയിൽ കിട്ടുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു അസോസിയേഷൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായ കോൾഡ് അപ്രോച്ച് ആയിരുന്നു. ഒരു സ്റ്റുഡൻസിന് പോലും, സ്റ്റുഡന്റ് അസോസിയേഷൻ, കോളേജ് അസോസിയേഷന് പിന്നെ പറയണ്ടല്ലോ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു സ്ഥലമല്ല കാനഡ. അതെനിക്ക് ഫീൽ ചെയ്തു. മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നേ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ 3 പേര്, ഇപ്പൊ ഡെൽമൻ 2 ഡബിൾ PG കഴിഞ്ഞിട്ടാണ് കാനഡയിലേക്ക് വന്നത്. MSW കഴിഞ്ഞു, MBA കഴിഞ്ഞു. സോ 2 PG ചെയ്ത ഒരാള് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ്, നേരത്തെ പറഞ്ഞ പീർ പ്രഷർ ആണെന്നുള്ള കാര്യം. ഇവിടെ വന്നിട്ട് എടുത്ത കോഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആണ്. സോ ആ ഒരു കോഴ്സ് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ എടുക്കുന്നുണ്ട്.
പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്, Yes. മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. അതിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു പെർസെന്റേജ് കഴിഞ്ഞ വർഷത്തെ 2023 പെർസെന്റേജ് 6% അത്ര എങ്ങനെ വന്നത്? അത് CBC ന്യൂസിന്റെ ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു 2018 to 2023 അവരെടുത്തിരിക്കുന്ന സർവേ റിപ്പോർട്ട്സിൽ ഓൾമോസ്റ്റ് 28% സ്റ്റുഡൻസും ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് ജനറൽ അങ്ങനത്തെ റിലേറ്റഡ് ഇവിടെ കാനഡയ്ക്ക് പോലും വേണ്ടാത്ത കോഴ്സുകളാണ്. ജസ്റ്റ് 1.5% മാത്രമേ ഉള്ളൂ കാനഡയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആളുകൾ എന്ന് പറയുന്നത് ട്രേഡ് സെക്ടറുകളിലേക്കും ഹെൽത്ത് കെയറിലേക്കും. ഹെൽത്തിലേക്ക് ജസ്റ്റ് 6.1 സംതിങ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പ്രശ്നം കൂടിയല്ല. ഈ വിസ ഓഫീസർമാർക്ക് അറിയാലോ നമ്മുടെ ഫയല് കാണുമ്പോൾ നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് സ്റ്റുഡന്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം. ബട്ട് അവർ എന്തുകൊണ്ട് ആ വിസകളൊക്കെ അപ്രൂവ് ചെയ്തു എന്നതിനർത്ഥം അവർക്ക് ഇവിടെ ആളെ കിട്ടുന്നത് പൈസ വേണം, ഇവിടെ ആളെ വേണം. എന്തുകൊണ്ട് മാത്രമാണ് അവർ എടുക്കുന്നത്, അല്ലാതെ റാൻഡം ആയിട്ടല്ലല്ലോ എടുക്കുന്നത്. ഇവർക്ക് അറിയാലോ നമ്മുടെ കാറ്റഗറി ഇതാണ്, നമ്മൾ വെച്ചിരിക്കുന്ന കോഴ്സ് ഇതാന്നുള്ളതൊക്കെ അറിയാം. അപ്പോ ഇതിന് വേറൊരു പാട്ടും കൂടി ഉണ്ട്. ഇവിടെ ഗവൺമെന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ വരുമാനം കിട്ടണം. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ നിന്ന് 1 year കിട്ടുന്നത് $18,000 ആണ്. അതുപോലെ എനിക്കൊന്ന് 1 million സ്റ്റുഡൻസ് ആണ് 2023 കാനഡയിലേക്ക് എത്തിയത്. അപ്പൊ ഇത്രയും സ്റ്റുഡൻസിന്റെ ഒരു എമൗണ്ട് വരുമ്പോൾ എക്കണോമിയിലേക്ക് എത്ര ഫണ്ട് ബൂസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഡെൽവൻ പറഞ്ഞ കണക്ക് പ്രകാരം ഞാനിപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു $37.3 billion ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു. 23 കണക്ക് 22 ഞാനിപ്പോ പറഞ്ഞത്. അവൈലബിൾ അല്ലായിരുന്നു, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ഓൺലൈനിൽ. സോ എത്രയും $1 billion ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ട്യൂഷൻ ഫീസ് ആയിട്ടും ബാക്കി എക്സ്പെൻസ് ആയാലും $10,000 ആണ് ഞാൻ ഇട്ടത്. എനിക്ക് ശേഷം വന്നവരൊക്കെ 20,000 ആണ് ഇപ്പൊ പേ ചെയ്തത്. ഇത്ര എമൗണ്ട് ഓൾറെഡി എക്കണോമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടെ സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് സ്റ്റുഡന്റ് കൊടുക്കുന്നതിനേക്കാളും ട്രിപ്പിൾ എന്തോ ആണ് ഫീസ് അടയ്ക്കുന്നത്. എന്റെ സെയിം കോഴ്സിന് എന്റെ കനേഡിയൻ ഫ്രണ്ട് മാത്യു കൊടുക്കുന്നത് $2,000 ആണ്. ആ ടൈമിൽ ഞാൻ പേ ചെയ്യുന്നത് $8,000 ആണ്. സോ കനേഡിയൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്നതിനേക്കാളും 4 ഇരട്ടിയോ 3 ഇരട്ടിയോ പൈസ നമ്മൾ ഓൾറെഡി എന്നിട്ട് ഈ ഇത്രയും പൈസ കൊടുത്ത് മുടക്കിയ ക്ലാസ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമിന് പോകും. അവിടെയാണ് നമ്മൾ ഒബ്സർവേഷൻ ഷിഫ്റ്റിന് എത്തുന്നത്, പൈസ ഇല്ലാത്ത ഷിഫ്റ്റിന് എത്തുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾ പഠിക്കാൻ വരുന്നു, എന്നിട്ട് പഠിപ്പ് നടക്കുന്നുണ്ടോ, ശരിക്കും നടക്കുന്നു, ആരവിടെ പഠിക്കുന്നത്, ആരും പഠിക്കുന്നില്ല. ഞാൻ എന്റെ ക്ലാസ് കോവിഡ് സമയത്തായിരുന്നുകൊണ്ട് ഓൾമോസ്റ്റ് ഓൺലൈൻ ആയിരുന്നു. ലാപ്പ് ഓൺ ചെയ്ത് വെക്കുന്നു, പോകുന്നു. ആ സമയത്തുള്ള എല്ലാവരും അതാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് പൈസ വേണം, പാർട്ട് ടൈമിന് പോകണം. പാർട്ട് ടൈം ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഒത്തിരി അവൈലബിലിറ്റി ഉള്ള ആൾക്കാരെയാണ്. അപ്പൊ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഫുൾ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റില്ല, വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയധികം ഫീസൊക്കെ നിങ്ങൾ കൊടുത്ത് പഠിച്ചിറങ്ങി ഇവിടെ പക്ഷെ PR കിട്ടുന്ന ഒരു സ്റ്റേജ് ആണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണുള്ളത്? റൈറ്റ് നൗ എനിക്ക് ഹെൽത്തും ട്രേഡും പിന്നെ ഫ്രാങ്കോഫോൺസിനെയാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെമ്മിലുള്ളവരെ ഇപ്പൊ വിളിക്കുന്നുണ്ട്. അപ്പൊ അത് നിർത്തും. അവർ ഓൾറെഡി എനിക്ക് ഇപ്പൊ ഇനി വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് വെച്ചാൽ അവർ ഓൾറെഡി മാർക്ക് മില്ലറിന്റെ ഈ ഓരോരോ പ്രസ് കോൺഫറൻസിൽ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് വേണ്ട ആളുകൾ ഹെൽത്ത് കെയറും ട്രേഡാണ്. അപ്പൊ ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 1+1 കോഴ്സ് പഠിക്കുന്ന ഒരാളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ കോഴ്സ് ബിസിനസ് എന്തോ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും ഹെൽത്തോ ട്രേഡ് റിലേറ്റഡ് ഇവിടെ കാനഡയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെക്ടറിലേക്ക് മാറണം എന്നാണ് പറയാനുള്ളൂ. ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നവര്. അപ്പം ഈ പറഞ്ഞ നമ്മളിപ്പോ പുറമെ കാണിക്കുന്ന സന്തോഷവും കാര്യങ്ങളും എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ തിരിച്ചു പോകുന്ന സമയത്ത് ഇൻ കേസ് നമുക്ക് PR കിട്ടുന്നില്ല, ഇവിടുത്തെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല, തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ്. അത് ചെറിയ എമൗണ്ട് അല്ല, ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഭയങ്കര അത് ഇപ്പോ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അവസ്ഥ അവർ ഭയങ്കര ടെൻഷനിലാണ്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയം ആലോചിച്ചോണ്ട് ഇവൻ വർക്ക് പെർമിറ്റ് പോലും കിട്ടുമെന്ന് ആലോചിച്ചു. അതൊരു ലക്ഷറി ആയിട്ടാണ് അവർ കാണുന്നത്. പണ്ട് നമുക്ക് PR കിട്ടുമെന്നുള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനേക്കാൾ ഉപരി എന്താണെന്ന് അറിയോ, നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി. ഇപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഷൂ പ്യൂമ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഐഫോൺ,
ഇനി നമ്മൾ ഈ 3 വർഷം കഴിഞ്ഞ് ബ്രാൻഡാണ്. അല്ല എന്ന് വെച്ചാൽ ഇവിടത്തെ ഇതൊക്കെ ഇതൊരു നോർമൽ കാര്യങ്ങളാണ്. നാട്ടിലായിരുന്നു ഇതൊക്കെ ബ്രാൻഡുകളായിരുന്നു, ഇതൊക്കെ ഇവിടുത്തെ ഒരു നോർമൽ വേ ഓഫ് കാര്യങ്ങളാണ്. നമ്മളിത് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഇനി നമ്മൾ സത്യങ്ങളൊന്നും വിളിച്ചു നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കട്ടിയാണ് കേട്ടോ, സെൻസറിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഞാനിപ്പോ നാട്ടിൽ പോയി വന്നു. നാട്ടിൽ പോയി വന്നപ്പോ നാട്ടിൽ പോയി അത് എനിക്കൊരു പോയിന്റില് PR കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ നാട്ടിൽ പോവാം, നമ്മുടെ നാടില്ലേ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ ഞാനൊരു 3 ആഴ്ചക്ക് നാട്ടിൽ പോയി തിരിച്ചു വന്നു. അപ്പോഴാണ് ഹിറ്റ് ചെയ്തത് പല കാര്യങ്ങളും. നമ്മൾ ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങളോട് യൂസ്ഡ് ആയി. അതായത് ഇവിടുത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയും അല്ലെങ്കിൽ ഡ്രൈവിംഗ്. എനിക്ക് ഒരിക്കലും നാട്ടിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര. പക്ഷെ ഇത് നാട്ടിലുള്ളവരോട് പറയുമ്പോ അവര് പറയും പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അടുത്തിറങ്ങിയ നിവിൻപോളിയുടെ സിനിമയിൽ നിവിൻപോളി പറയുന്ന ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ലൈഫായിട്ട് മാച്ച് ഇവിടെ കാനഡയിൽ വന്ന ഒരു 90-95% സ്റ്റുഡൻസിന്റെ അവരുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലോ കാലിലോ മുഖത്തോ ഏതെങ്കിലും ഒരു പാടത്ത് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാവും. പൊള്ളിയതിന്റെയോ മുറിഞ്ഞതിന്റെയോ എന്റെ ഒക്കെ കൈമക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു വൺസ് നമ്മൾ ഇവിടെ നാട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സാറ്റിസ്ഫൈഡ് മൊമെന്റ് അവരുടെ പൈസ കൊണ്ട് അവരുടെ അപ്പനും അമ്മയ്ക്കും ഒരു റെസ്റ്റോറന്റിൽ പോയി അവരവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കുറച്ച് പൈസ കൊടുത്ത് ഒരു ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഗേൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബോയ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈഡ് മൊമെന്റ് എന്നൊക്കെ പറയും. കുറെ പാഠങ്ങൾ കാനഡ പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മൾ കുറെ പാഠങ്ങൾ കാനഡയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും കുറെ കാര്യങ്ങളിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ കാനഡയിൽ വന്ന കാരണം കൊണ്ട് നമ്മുടെ കുറെ കാര്യങ്ങൾ ഫാമിലി വൈസ് ആയിട്ട് നമുക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. ഫാമിലിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് റോൾ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ ഇന്ത്യയിലായിരുന്നാൽ കേരളത്തിലായിരുന്നെങ്കിൽ ഇത് കാര്യങ്ങളൊന്നും 1 ലക്ഷം 2 ലക്ഷം രൂപ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അതേ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നമ്മളിപ്പോ കുറച്ച് ലക്കിയാണെന്ന് പറയും. പക്ഷെ ഇപ്പം റോഷ്നിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ റോഷ്നി ഒരുപാട് സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പം ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും, ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ടായാലും വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടിയിട്ട് ഇപ്പം ദർഹം മുനിസിപ്പാലിറ്റി നല്ലൊരു സ്ഥാപനം, ഇവൻ ഗവൺമെന്റ് ഒരു സ്ഥാപനത്തിൽ ജോലി മേടിച്ചെടുത്ത ഒരു മിടുക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. സോ അത് റോഷ്നി വന്ന വഴികൾ റോഷ്നി പലർക്കാട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയായിരുന്നു, എന്തൊക്കെ അഡ്വൈസ് ആണ് അങ്ങനെ നമുക്കിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടായാലും ഒരു വർക്ക് പെർമിറ്റ് കിട്ടി നല്ലൊരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് റോഷ്നി കണ്ടെത്തിയ ചില വഴികൾ? സോ ഇതെന്റെ ഫസ്റ്റ് ജോബ് ആയിരുന്നില്ല. ഇതിനു മുന്നേ ഞാനൊരു മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉള്ള ജോലിയിലേക്ക് മാറിയത്. അപ്പൊ ഇപ്പോൾ ഉള്ള ആ ജോലി ആ സമയത്ത് ഏറ്റവും എന്താ പറയാ ഇന്റർവ്യൂസ് പോലും ആൾക്കാർക്ക് കിട്ടാണ്ടിരുന്ന ഒരു സമയത്താണ് എനിക്കൊരു 40ഓളം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ആ വീഡിയോ ആണ് ആക്ച്വലി ഹിറ്റ് ആയത്. അതിൽ ആൾക്കാർ എങ്ങനെ കിട്ടി, കുറെ പേര് എൻ്റെ ചുമ്മാ പറയാണ് കിട്ടിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ കുറെ പേര് വന്നിരുന്നു. പക്ഷെ ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലിങ്ക്ഡിൻ ഇസ് എൻ അമേസിംഗ് പ്ലാറ്റ്ഫോം. അത് ആരും ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് ജോലി അന്വേഷിക്കാൻ. അങ്ങനെയല്ല ലിങ്ക്ഡിൻ ഉപയോഗിക്കേണ്ടത്, നിങ്ങളെ സെല് ചെയ്യാൻ ഉപയോഗിക്കണം. അതായത് നിങ്ങളൊരു എന്താ പറയാ ഞാൻ ഇന്ന കാര്യങ്ങളിൽ എക്സ്പെർട്ട് ആണ്, അല്ലെങ്കിൽ ഇന്ന ഇപ്പൊ ഫീൽഡിലെ നോളജ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പേർട്സിനെ അവിടെ കാണാം, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതായത് ഹൗ ടു മേക്ക് എ ചിക്കൻ കറി നമ്മൾ യൂട്യൂബിൽ അടിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ മാനേജർ നിയർ മീന്ന് റിക്രൂട്ടറും അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സെർച്ച് ചെയ്യാൻ അവർക്ക് പറ്റണം. ഇപ്പൊ റിക്രൂട്ടേഴ്സ് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്രോച്ചബിൾ ആവണമെങ്കിൽ നമ്മൾ കീവേഡ്സിൽ നമ്മൾ ഫിൽറ്റേർഡ് ആവണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കോണ്ടന്റ് ലിങ്ക്ഡിനിൽ എപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ലിങ്ക്ഡിനിൽ ഒരുപാട് ഡിഫറെന്റ് വേസ് ഉണ്ട്. നമുക്ക് ഈ കാണുന്ന ജോബ് പോർട്ടൽ മാത്രമല്ലാതെ ഡയറക്ട്ലി ഒരാളോട് സംസാരിച്ച് ഒരു മെൻറ്ററെ നമുക്ക് അതിൽ തപ്പാം. എങ്ങനെയാണ് ഈ ഫീൽഡിൽ നിങ്ങൾ എത്തിയത്, അല്ലെങ്കിൽ അവരുടെ അവിടെ എന്തെങ്കിലും ഇതുണ്ട്. അങ്ങനെ ഒരുപാട് വേസ് ഉണ്ട്. അത് വെച്ച് ഒരാളെ ബഗ് ചെയ്യാന്നല്ല പിന്നാലെ പോയിട്ട്, പക്ഷെ ഒരുപാട് വേസ് ഉണ്ട്. ഇപ്പൊ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അങ്ങനെയാണ് ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റിയത്. സോ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ജോബ് ടൈലർ മെയ്ഡ് ഒരു റെസ്യൂമേ എപ്പോഴും കയ്യിലുണ്ടാവണം. കുറച്ചൊക്കെ നുണ പറയാൻ പഠിക്കണം നമ്മൾ ഇന്റർവ്യൂല്. അതായത് നുണ പറയാൻ പഠിക്കാൻ നമ്മൾ ആ ഫീൽഡിനെ കുറിച്ച് അത്രയും അറിഞ്ഞിരിക്കണം, എന്നാലേ ആ നുണ പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ കോൺസ്റ്റന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ കോപ്പോ ഇന്റേൺഷിപ്പ് ഒക്കെ ഉള്ള ഒരു കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾ പഠിത്തം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതില് ഇപ്പൊ ഞാൻ ചോദ്യം കണ്ടത്, അതായത് കനേഡിയൻ എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ചോദിക്കുമ്പോൾ ഇന്റേൺഷിപ്സ് കുറച്ച് ഒരു എന്തെങ്കിലും ഒരു പേയ്മെന്റ് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ ആ ഇതെടുക്കും, ഇന്റേൺഷിപ്പും കോപ്പ് എടുക്കും. പലരും ഈ ഇന്റേൺഷിപ്പിന്റെയും കോപ്പിന്റെയും സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് വേറെ പണിക്ക് പോകുന്നവരെ എനിക്കറിയാം. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഒരു ജോലി അപ്പം കോഴ്സ് തീരുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ആക്ച്വലി ഇല്ല. അതുകൊണ്ടാണ് ഇന്റർവ്യൂസ് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പം ആ ഒരു സാധനം കൂടെ കനേഡിയൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അഡ്വൈസ് ആണ്. പിന്നെ എനിക്ക് ഇതിന്റെ കൂടെ നമ്മൾ ഇതിനേക്കാളും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആഡ് ചെയ്യാനാണ് ഇതിനകത്ത്. ഇവിടെ വരുന്ന സ്റ്റുഡൻസ്
സ്റ്റാർട്ടായിട്ട് ഞാൻ കാണാറുണ്ട് ഒരുപാട് സൂയിസൈഡ് റേറ്റ്. ഇപ്പം റീസെന്റ് ഒരു മലയാളി സ്റ്റുഡന്റിന്റെ വാർത്ത നാഗരയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ പലപ്പോഴും ഇങ്ങനെ മെന്റൽ പ്രഷർ താങ്ങുന്നതിൽ അവർക്ക് കഴിയുന്നില്ല. പിന്നെ എനിക്കൊന്ന് സേഫ്റ്റി നമ്മൾ നോക്കണം. സമ്മർ ടൈമിൽ ഒരുപാട് ആക്സിഡന്റ്സ് കാണാറുണ്ട്, ഇപ്പം എസ്പെഷ്യലി ഈ ലേക്കിലേക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ട് അങ്ങനെ അപകടങ്ങളിൽ പെടാറുണ്ട്. സോ അങ്ങനത്തെ ഉള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പലരും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പറഞ്ഞ ഒരു നാട്ടിൽ അതേ ഫീൽ തന്നെ ഇവിടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പോണതാണ്. നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷെ നാട്ടില് പിന്നെയും നമുക്ക് ആൾക്കാരുണ്ട്. ഇവിടെ രാജ്യത്ത് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ കൾച്ചറുകൾ കാര്യം, അത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് +2 കഴിഞ്ഞു വന്നിട്ട് അവരെ സംബന്ധിച്ച് ഇവിടെ കിട്ടിയപ്പോ ടോട്ടലി ഫ്രീഡം ആണ് അവർ. നാട്ടില് 100-150 കിലോമീറ്ററിൽ വണ്ടി ഓടിച്ചവർ ഇവിടെ വന്നിട്ട് 50ന്റെ റോട്ടില് 100 ഓടിച്ച് ഇപ്പോ ആക്സിഡന്റ് എത്തും. ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യാം. മന്ത്ലി ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുന്നത് $450-500 മന്ത്ലി. അത്രയും ആളുകളുണ്ട്. അപ്പോ കുറെ കാര്യങ്ങള് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് വരുമ്പോ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് വരാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടത്തെ കൺട്രീസിലെ കുറച്ച് റൂൾസ് കാര്യങ്ങള് അവരെല്ലാം നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കേണ്ടത് നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഫോളോ ചെയ്യണം. ഇവൺ കുറെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിനെയും സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നില്ല, ബട്ട് എന്തുകൊണ്ട് ഇന്ത്യൻ ഹേറ്റ് സ്പ്രെഡ് കൂടുന്നു എന്നുള്ളതിന്റെ ഒറ്റ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊണ്ടാണ്. ഇവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് തന്നെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരാണ്. കാരണം ഒരു കനേഡിയൻ ആളുകളോട് ഇതാണ് റൂൾ, ഇത് അതുകൊണ്ടാണ് നമുക്ക് ഇത് പോകാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനേഡിയൻസ് അല്ലെങ്കിൽ മറ്റേത് കൺട്രീസ് ആയാലും അവരത് ഓക്കെയാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള ആളുകളാണ് എന്തുകൊണ്ട് ഞാൻ $50 തരുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് അങ്ങോട്ട് പോയിക്കൂടെ, അങ്ങനെ പല ചോദ്യങ്ങളും റേസ് ചെയ്യണം. അപ്പൊ ഇവൻ എനിക്ക് ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഈ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇവൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കനേഡിയൻ ആളുകൾ അവര് പറയുന്നത്, അപ്പൊ എന്നോട് ഇന്നാള് ചോദിച്ചു ഇത് നിന്റെ കമ്മ്യൂണിലുള്ള നീ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, നീ നിന്റെ അവരുടെ കമ്മ്യൂണിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അത് വേറെ, എനിക്ക് പക്ഷെ അവരുടെ ഭാഷ അറിയാവുന്നുള്ള രീതിയിൽ ഞാൻ സ്കിപ്പാണ്. കാരണം ഞാനത് പറയണേ എന്റെ കമ്മ്യൂണിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നുള്ള റെസ്പെക്ട് അവിടെ തീർന്നു. നമ്മള് ലെവിറ്റേറ്റിന്റെ ഒരു മഹാഓണം എന്നുള്ള മികച്ച ഒരു ഓണം പ്രോഗ്രാം തന്നെയായിരുന്നു ഡണ്ടാ സ്ക്വയർ നടന്നത്. പക്ഷെ അതിന്റെ വീഡിയോസ് വളരെ പോസിറ്റീവ് ആയിട്ട് വന്നതിന്റെ ഇടയ്ക്ക് ഒരു തല്ലുകൂടുന്നു 2 സ്റ്റുഡൻസ് തന്നെയാണോ തോന്നുന്നത്. അവിടെ നമ്മള് ചില കാര്യങ്ങൾ ഒറ്റ വീഡിയോ കാരണം കുറെ നെഗറ്റീവ് സ്പ്രെഡ് ആയി. എത്ര മികച്ച രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നു. നമ്മള് കനേഡിയൻസ് ആവാനാണല്ലോ ഇങ്ങോട്ട് വന്നാലും നമ്മുടെ കൾച്ചർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മെയിൻ ആയിട്ടും വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് അവര് പെട്ടെന്ന് കാനഡയിലേക്ക് വരുമ്പോൾ അവരൊരു അഡ്വഞ്ചറസ് ആയിട്ടാണ് കാണുന്നത്. അവർ ഭയങ്കര ഒരു സ്പേസ് അവർക്ക് ഓപ്പൺ ആയി കിട്ടുകയാണ്. അവര് പല കാര്യങ്ങളും റെസ്ട്രിക്റ്റഡ് ആയിരുന്ന പല കാര്യങ്ങളും ഇവിടെ അവർ ഓപ്പൺ ആയി കൊടുക്കുകയാണ്. പല കാര്യങ്ങളും അവർ കൂട്ടം കൂടി ഡ്രഗ്സും അതിപ്പോ നമുക്ക് എന്തും പറയാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അതെല്ലാം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ LCBO ആയാലും ബീറ്റ് സ്റ്റോർ ആയാലും ഇവിടുത്തെ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അത് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള പല +2-കാരെ എനിക്കറിയാം. +2 കഴിഞ്ഞു റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ. അല്ല നല്ല നമുക്ക് ഡെയിലി കാണുന്നു, ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളൊന്നും പറയുന്നു, അവൻ അങ്ങനെ ഇപ്പൊ അവൻ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വരാതെ ഇതും കിളി പോയിരിക്കുന്ന പിള്ളേർ എനിക്കറിയാം. കാരണം അവന് ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റത്തില്ല. കിളി പോയിട്ട് നമ്മള് കാഷ്വൽ ടോക്കിൽ നമ്മൾ പറയാറുണ്ട് അവന്റെ കിളി പോയിട്ടിരിക്കുമെന്ന്. ശരിക്കും ലിറ്ററലി ബോധമില്ലാണ്ട് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന പിള്ളേരെ എനിക്കറിയാം. കോളേജ് മാത്രമല്ല മറ്റ് പല കോളേജുകളും +2 കഴിഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്നാണ് നമുക്കൊക്കെ ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷനോട് തന്നെയാണ് കാനഡയിലേക്ക് വരുന്നത്. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഒരുപാട് ഫ്രീഡം ഉണ്ട്, ഒരുപാട് ചതികൾ മറഞ്ഞിരിപ്പുണ്ട്. എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ എൻ്റെ ഒരു റിയാലിറ്റി കൂടെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം എപ്പോഴും കാനഡയിലേക്ക് വരേണ്ടത്. സോ ഇന്നത്തെ ചായക്കട ചാറ്റിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി, സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു. അടുത്തൊരു വിഷയമായി ചായക്കട ചാറ്റിൽ വീണ്ടും കാണാം.